ഹലോ അബ്ബാസേ, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യേ. നബീസത്തും നസീഹത്തും ഉണ്ടാവും, നീ ഉണ്ടാവണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഓ അബ്ബാസേ, നസീഹത്തെ, നബീസത്തെ, എല്ലാവരും അല്ലേ? ഞാൻ വാപ്പായും കൂട്ടിക്കൊണ്ട് വന്ന്. വാപ്പ എന്തായാലും പറഞ്ഞോ? അവിടെ വീട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞോ? വാപ്പ എന്തായാലും പറഞ്ഞോ? ഇല്ലേ? എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് വിശ്വാസമായില്ലായിരുന്നല്ലോ. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അയ്യോ മോനെ, അബ്ബാസേ, അബ്ബാസിനെയൊക്കെ വിളിക്കുന്നു. നീ ഞായറാഴ്ച രാവിലെ എത്തുമല്ലോ? അവൻ വരുന്നുണ്ടാ? അപ്പൊ ഇപ്പൊ പോയിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളത്. ചേട്ടൻ അനിയനും കൂടെ എന്താ പ്ലാൻ ചെയ്യുന്നത്? തിങ്കളാഴ്ചയാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഇപ്പൊ ഇക്കായ്ക്ക് എഴുതി കൊടുക്കാനായിരിക്കും. അവ അന്നേ പറഞ്ഞിട്ടുണ്ട്, അവനിക്ക് വേണ്ട ആ വീടും വസ്തുവും ഇക്കായ്ക്കാണെന്ന്. കൂടെ ഫാമിലി ഉണ്ടോ? നീ ഒറ്റയ്ക്ക് മതി. ഞാൻ പിക്ക് ചെയ്യാൻ വരണോ? അവളുമാർക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെങ്ങന്മാർക്കും. അവർക്കെല്ലാം കൊടുത്തേയല്ലേ. 1 കോടി രൂപയെങ്കിലും മതിക്കും അത്. അപ്പൊ നീ വരുമല്ലോ? അതൊന്ന് കിട്ടിയിട്ട് വേണം വലിയൊരു വീട് വയ്ക്കാൻ. പഴയ വീടൊക്കെ ഇടിച്ച്. ശനിയാഴ്ച ബാക്കി എല്ലാവരും ഇവിടെ എത്തും. പയ്യെപ്പോയെന്ന് ചോദിച്ചു നോക്കാം. കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൂടെ മിണ്ടുന്നില്ല, പാപ്പായെ കൊണ്ടുവിട്ടതിന് ശേഷം. രജിസ്റ്റർ ചെയ്യുന്നതിന് നീ ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ. ബാക്കിയെല്ലാം വന്നിട്ട് സംസാരിക്കാം. ശരി, ഓക്കെ. വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ആണോ പറയുന്നത് കേട്ടെ? അബ്ബാസ് ആണോ വിളിച്ചത്? അവര് രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഇക്കാട് പേരിൽ തന്നെ. പിന്നെ ഞായറാഴ്ച എന്തോ വിശേഷം എന്ന് പറയുന്നതായിട്ട്. എന്താണ്? ഞായറാഴ്ച വിശേഷമുണ്ട്. നീ അറിഞ്ഞില്ലല്ലോ? നീ അറിയണം. എന്താണ് വിശേഷം? എത്ര ദിവസമായിട്ട് എന്നോട് മിണ്ടിയില്ല, ഇപ്പൊ മിണ്ടിയപ്പോ എനിക്ക് സന്തോഷമായി. ഞായറാഴ്ചയുടെ അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എന്റെ വാപ്പായുടെ 2ാം വിവാഹം. എന്താ എന്താ പറഞ്ഞത്? 2ാം വിവാഹോ? അതെ. ആര് നടത്തി കൊടുക്കുന്ന? ഞാൻ നടത്തി കൊടുക്കും. മോൻ ഞാനല്ലേ. ഞങ്ങൾ 4 മക്കളും കൂടി തീരുമാനിച്ചു. അച്ഛേ, നിങ്ങൾക്ക് നാണോ ഇല്ലേ? ഇല്ല. നാട്ടുകാർ മുമ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ നാണോ ഇല്ലേ? ഇല്ല. നാട്ടുകാർ ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയും? 4 മക്കൾ നടത്തി കൊടുത്തു. അതെ, നടത്തി കൊടുക്കും. എന്തിന്? അതെ. നിങ്ങൾക്കിത് പ്രാന്തണ്ടാ? നിങ്ങളാ നടത്തി കൊടുക്കുന്നത് വാപ്പാടെ 2ാം വിവാഹം? ഞങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ചു. വയസ്സായ ആൾക്ക് ഇനി വിവാഹം നടത്താൻ പോന്ന് നാട്ടുകാരുമ്പേ എനിക്കിറങ്ങണം. നാണക്കേട്. നാണക്കേടോ? എനിക്കില്ലാത്ത നാണക്കേട് നിനക്കെന്തിന്? ഞങ്ങളെ 4 മക്കൾക്ക് നാണക്കേടില്ല വാപ്പാടാ, പിന്നെ നിനക്കെന്ത് നാണക്കേട്? എന്റെ വാപ്പായെ നോക്കാൻ ഞാനേ ഇവിടെ നാട്ടിലുള്ളോ? എന്റെ 3 സഹോദരന്മാരും പുറത്താണ്. വാപ്പായെ നോക്കാൻ ഒരാൾ വേണ്ടേ? നിന്റെ അടുത്ത് കൊണ്ടാക്കിയപ്പോ നിനക്ക് നോക്കാൻ വയ്യല്ലോ.
അത് വാപ്പ വാപ്പായെ അങ്ങനെയൊക്കെ ചെയ്താ നോക്കാൻ മതി. ഒരാള് വേണം. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം വാപ്പായ. വേണ്ട, നീ നോക്കണ്ട. അത് വാപ്പ അല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. ദേ, പുറത്ത് പറഞ്ഞാ നാണം കെടുന്ന നീയാണ്, അതുകൊണ്ട് നീ മിണ്ടായിരി. എനിക്കെല്ലാം മനസ്സിലായതാ. നീ എല്ലാം കേട്ടോ. തിങ്കളാഴ്ച ആ വസ്തുവിന്റെ രജിസ്ട്രേഷനും കൂടിയാ. അതിക്കായ്ക്കല്ലേ ആ വസ്തു? അല്ല, പിന്നെ ഞങ്ങൾക്ക് 4 പേർക്കും ആ വസ്തു ഇല്ല. അതാ ആർക്കും വേണ്ട ആ വസ്തു. വാപ്പായ വിവാഹം കഴിക്കാൻ പോകുന്ന അവരുടെ പേരിന് വാപ്പായ നോക്കാം എന്നുള്ള കരാറിൽ അവരുടെ പേരിന് എഴുതി വെക്കുന്നു. അതിൽ നമുക്കാർക്കും അവകാശമില്ല. നിനക്ക് അതിലൊരു അവകാശവും ഇല്ല. അതെങ്ങനെ ശരിയാവും? അതാണ് ശരിയാവുന്നത്. നമുക്കൊന്നുമില്ലല്ലോ, ഇല്ല, ആരും ഒന്നുമില്ല. തന്നില്ലല്ലേ? നമുക്കൊരു സ്വത്തും തന്നില്ലല്ലേ? ഒന്നും വേണ്ട. വാപ്പായ നോക്കാൻ നിനക്ക് വയ്യല്ലോ. കുഴപ്പമില്ല, ഞാൻ നോക്കാം. വേണ്ട, ഇതിന്റെ കരാറെല്ലാം എഴുതി റെഡിയാക്കി കഴിഞ്ഞു. അജയ്, നാണക്കേട്. ഒരു നാണക്കേടും ഇല്ല. ഇതാണ് ശരി. എനിക്ക് ശരിയാണെന്ന് തോന്നിയ ഇതാ, അത് ഞാൻ ചെയ്യും. ഇതൊരു മണ്ടത്തരമായി പോയി കാണിച്ചത്. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വസ്തു. നാത്തുമാരെ ഒന്ന് വിളിക്കാം. അവളുമാർക്ക് 2 ഡോസ് കൊടുത്താ എന്തെങ്കിലും അതിൽ നിന്നും കൂടെ കൊടുത്താൽ മതി. എൻ്റെ കൂടെ നിൽക്കും. അത് തന്നെ. എങ്കിലും ഈ അബ്ബാസ് എന്തായിരിക്കും? അവനെ ഒന്ന് വിളിച്ചു നോക്കാം. നസീത്തിനെ വിളിക്കാം. ഹലോ നസീത്തെ, നീ ശനിയാഴ്ച വരുമോടി ഇങ്ങോട്ട്? ഓ, അല്ല, ഇക്ക ഇങ്ങനെ പറയുന്ന കേട്ട് ശനിയാഴ്ച വരുമെന്ന്. ഞായറാഴ്ച എന്താ വിശേഷം? ഇക്ക ഇങ്ങനെ പറഞ്ഞ്, അതിനെക്കുറിച്ച് നിനക്ക് അറിയാവോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. നിനക്ക് നാണം ഇല്ലേടേ? വയസ്സ 10-70 വാപ്പായെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നീ അതിന് കൂട്ടു വയ്ക്കുന്ന? നിന്റെ ആങ്ങളമാർക്കോ ഒരു വെളിവുമില്ല, അവർക്കൊരു നാണക്കേടും ഇല്ല. രണ്ടും കൂടെ വാപ്പാടെ കല്യാണം നടത്താൻ പോന്ന്, നീ അതിന് കൂട്ടിയിരിക്കുന്നോ? നബീസത്ത് നിൽക്കുവാണോ? നിങ്ങൾക്ക് 4 മക്കൾക്ക് നാണമില്ലേ? നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നീ എന്താ പറയും? അവരുടെ മുമ്പിൽ നിനക്ക് നാണക്കേടില്ലേടേ? ഓ, നിങ്ങളൊക്കെ വിദേശത്താണല്ലോ താമസം. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ടത് ഞാനും ഇക്കായും മാത്രമല്ലേ? അതാണോ? അത് നടന്ന സാധനമാടി. നിന്റെ വാപ്പ എന്നോട് ചെയ്തത്. അവളൊക്കെ എല്ലാം അറിഞ്ഞേക്കുന്നു. ഓ, ചുമ്മാ അതല്ല, എല്ലാം കൂടെ കെട്ടിക്കാൻ പോകുന്ന വാപ്പായ. അപ്പോടാ, മറ്റോളെ വിളിക്കാതിരിക്കുന്ന തന്നെ നല്ലത്. നീ വിളിച്ചത് നസീത്തിനെ നബീസത്തിനെ? അത് ഞാൻ കേട്ട്. നീ ഇനി ഇതിൽ എന്ത് തർക്കം ഉന്നയിച്ചാലും, നീ ആരോട് എന്ത് പറഞ്ഞാലും ഈ കല്യാണം നടക്കും. നാണക്കേട്. അവരൊക്കെ വിദേശത്തോണ്ട് അവർക്ക് നാണക്കേടില്ല. നാട്ടുകാർ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നടക്കണ്ടേ? നമ്മുടെ മക്കൾ ഇത്രയായി, അവർക്ക് തല ഉയർത്തി നടത്തണ്ടേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞായറാഴ്ച നടന്ന് നിക്കാഹാണ്. നിനക്ക് വേണമെങ്കിൽ വരാം, ഞാനും എൻ്റെ മക്കളും പോവും. വന്നാൽ നല്ല ബിരിയാണിയാണ്, കുറച്ച് തിന്നിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം.
വന്നിട്ട് ഈ സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്തോളണം. വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഏത് എങ്ങോട്ട്? ഞാൻ ഈ വീടിന്റെ വാടക ഒഴിവാക്കി. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന? വാപ്പാടെ അടുത്തോട്ട്. അയ്യേ അയ്യേ, ഞാൻ അധികം വരത്തില്ല. സംസാരം വേണ്ട. നിനക്ക് വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോവാം. അയ്യേ, ഇങ്ങനെ എന്നെ എനിക്കിട്ട് പണി തരുവാണല്ലേ. അങ്ങോട്ടാ? ഈ വീട് ഞാൻ ഒഴിയത്തില്ല. അച്ചേച്ചി, വാപ്പായെ കൊണ്ട് വയസ്സാം കാലത്ത് പെണ്ണും കെട്ടിച്ചിട്ട് ഇനി വാപ്പാടുത്ത് പോയി നിൽക്കാന്. ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടുള്ള ചെയ്യുന്ന എല്ലാണോ അറിഞ്ഞിരിക്കുന്നു. ഏത് നേരത്ത് തോന്നിയോ എന്തോ പൊട്ട ബുദ്ധി. ആ പെണ്ണുപിള്ളയുടെ നമ്പർ ഒന്ന് ഒപ്പിക്കായിരുന്നു. നബീസത്തിനെ ഒന്ന് വിളിക്കാൻ പയ്യ, പരിചയപ്പെടാനാന്നും പറഞ്ഞ്. ഹലോ. നബീസത്തെ സുഖമാണോടി? നീ ശനിയാഴ്ച വരുമെന്ന് പറയുന്ന? പിന്നെ വരുമ്പോഴേടി ഞാൻ പറഞ്ഞ ആ ക്രീമും കൂടെ എനിക്ക് കൊണ്ടുതരണേ. ദുബൈയിലല്ലേ കിട്ടൂ. പിന്നെ ഇക്ക എന്നോടെല്ലാം പറഞ്ഞത് ഇപ്പോഴാ. വാപ്പ വിവാഹം കഴിക്കാൻ പോകുന്ന അവരെ നമ്പർ നിന്റെ എല്ലാം ഉണ്ടോടി? അല്ല, ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ. അത് ടീ അവൾ എന്നോട് ചോദിക്കുവാണേ, വാപ്പാടുത്ത് നിന്റെ രഹസ്യക്കാര്യം പറയാനായിട്ട് തോന്നും. നിന്റെ കെട്ടിയവനെ തന്നെ പറഞ്ഞാൽ മതി. നേരെ വീട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞ് നാറ്റിച്ചെന്നെ. ഞാൻ എങ്ങനെ അവരെയൊക്കെ മുഖത്ത് നോക്കും?